ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസം കൊണ്ടേ വിചാരിക്കുന്നു ഒരു വീഡിയോ ഇടണമെന്ന്, പക്ഷേ നടക്കുന്നില്ല. പിന്നെ പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഒരുങ്ങി വേറെ ഡ്രസ്സൊക്കെ എടുത്തിടാനുള്ളത് മടിച്ചിട്ട് വീട്ടിൽ നിൽക്കണ വേഷം അപ്പോഴത്തേക്ക് ഭയങ്കര മടി തോന്നും, അല്ലെങ്കിൽ ക്ഷീണം തോന്നും. അപ്പോൾ അതിൻ്റെ കൂടെ മടിച്ചായതുകൊണ്ട് അങ്ങനെയും പറ്റത്തില്ല, അങ്ങനെ കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ ആർത്രൈറ്റീസ് അല്ലാതെ ഈ സെർവിക്കൽ കർവ് ഡിസോർഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഴുത്തിൻ്റെ ഡിസ്ക് കംപ്ലൈൻറ്റ് ഉള്ളവർക്കായിട്ട് ഉള്ള ഒരു പിന്നെ അത് ശരിയാവാനുള്ള ഒരു എക്സസൈസ് പറഞ്ഞുതരാം. കാരണമെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുറഞ്ഞത് ഒരു 17-16 വർഷം വരെ അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കൈ വേദനയും കഴുത്തൊന്നും ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല, ഒരു സൈഡിലോട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കയ്യിലിങ്ങനെ ഷോക്ക് അടിക്കുന്നത് പോലെ ഭയങ്കരമായിട്ടുള്ള വേദനയൊക്കെ വന്നു. ഒരു 10-12 ദിവസം ഹോസ്പിറ്റലൈസായിട്ട് അങ്ങനെ കിടക്കേണ്ടി വന്നു. ആ ഇടയ്ക്കാണ് എൻ്റെ അമ്മാവന് പരിചയമുള്ള ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അങ്ങേര് ഒരു എക്സസൈസ് പറഞ്ഞു തന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അത് വളരെ പിന്നെ സക്സസ്ഫുള്ളാണ്. അതിനെക്കുറിച്ചാണ് നിങ്ങൾക്കും കൂടെ അറിവ് പകർന്നു തരാമെന്ന് പറയുന്നത്. ഒരുപാട് എക്സസൈസസ് ഉണ്ട്, നമുക്ക് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലുമൊക്കെ നോക്കിയാൽ ഒരുപാടുണ്ട്. പക്ഷേ ഇത് വളരെ യൂസ്ഫുള്ളാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയധികം വേദനയും കഴുത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എനിക്കൊരു പരിഹാരം കിട്ടിയ മരുന്നിനെക്കാട്ടിലും മറ്റ് എക്സസൈസുകളൊന്നും ഞാൻ ചെയ്യത്തില്ല, ഇത് മാത്രം തന്നെ ചെയ്യുന്ന. അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ അങ്ങേര് പറഞ്ഞു സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്ന ഓരോ പ്രാവശ്യം ഇപ്പോൾ ഫസ്റ്റ് 5 തുടങ്ങിയിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് എത്രയധികം ചെയ്യാൻ പറ്റണോ അതുപോലെ ചെയ്യണം. അപ്പോൾ അത് തുടർച്ചയായിട്ട് ചെയ്ത കഴുത്തിൻ്റെ ഡിസോർഡർ മാറിക്കിട്ടും. എൻ്റെ കഴുത്തെന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക് അകത്തോട്ട് ഇരിക്കുകയാണ്, വളവിൽ നിന്ന് കുറച്ച് അകത്തോട്ട് തള്ളിയിരിക്കുകയാണ്. എങ്ങനെയാണെന്നറിയില്ല, 1-2 പ്രാവശ്യം വീണിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആയിരിക്കും, കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് വികൃതി തരങ്ങളൊക്കെ കാണിക്കുമല്ലോ, അങ്ങനെ പറ്റിയതായിരിക്കാം. അപ്പോൾ ആ പിന്നെ എക്സസൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാമേ. ഞാൻ കാണിക്കുന്നില്ല, പകരം നമ്മുടെ കുഞ്ഞു ഇവിടെ ഉണ്ടേ. നമുക്ക് കുഞ്ഞുവിനെ കൊണ്ട് തന്നെ ഞാനത് കാണിച്ചു തരാം. ഞാൻ കാണിച്ചാൽ ശരിയാവത്തില്ല, അതുകൊണ്ടേ നമുക്ക് കുഞ്ഞുവിനെ പൊക്കിക്കൊണ്ടുവരാം. ഇതാണ് നമ്മുടെ കുഞ്ഞുട്ടി. പിന്നെ ഇതാ നിക്കറൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് ഇരിക്കുന്നുണ്ടേ. അപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ കഴുത്ത് പരമാവധി എത്രയധികം താഴോട്ട് കാണുന്നില്ലല്ലേ, കുഞ്ഞു നേരെ തഴഞ്ഞതാണ്. ഈ കഴുത്ത് എത്രയധികം താഴോട്ട് വളച്ച് താഴോട്ട് കൊണ്ടുവരണം, നല്ല സ്ട്രെച്ചബിളായിട്ട് താഴോട്ട് കൊണ്ടുവരണം. എത്രയധികം നമ്മളെ കൊണ്ട് പറ്റുന്നോ അതേപോലെ കഴുത്തിന് താഴോട്ട് കൊണ്ടുവരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പരമാവധി വേണ്ടേ ഇങ്ങനെ മേലോട്ട് കൊണ്ടുവരണം. കുഞ്ഞിനെ കൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് അവനെ വെറുതെ കാണിക്കാൻ വേണ്ടി കേട്ടോ. ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ഇത് നല്ല ബാക്കിലോട്ട് കൊണ്ടുവരണം. ഇവന് പറ്റത്തില്ല, ബാക്കിലോട്ട് നമ്മൾ നല്ലതായിട്ട് ഇങ്ങനെ വളച്ച് കൊണ്ടുവരണം. അത് കഴിയുമ്പോൾ പിന്നെ ഇപ്പം ഈ സൈഡിൽ നിന്ന് നമ്മൾക്ക് ഈ സൈഡോട്ട് തിരിയണം. ഈ സൈഡോട്ട് നല്ലവണ്ണം എത്രയധികം നമ്മളിങ്ങോട്ട് ബാക്കിലോട്ട് ഇങ്ങനെ നോക്കാൻ പറ്റുമോ അതുപോലെ നോക്കണം. അതേപോലെ ഈ സൈഡ് ഇങ്ങോട്ട് നോക്കണം. വെറുതെ നോക്കിയാൽ പറ്റത്തില്ല, നല്ലവണ്ണം ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം. ഈ സൈഡ് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോഴത്തേക്ക് പരമാവധി ചെയ്യാൻ നോക്കണം. അങ്ങനെ ദിവസവും ഓരോ പ്രാവശ്യം ആദ്യം ഒരു 5 തുടങ്ങിയിട്ട് നമ്മൾ കൂട്ടി കൊണ്ടുവരണം.
കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് എത്ര അധികം ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മൾ വേദനയൊക്കെ നല്ല ഇതായിട്ട് റിലീസാവും. എൻ്റെ കൈ ഈ ഇടയ്ക്ക് വീണ്ടും ഒരുമാതിരി ഈയിടെ എൻ്റെ കൈക്ക് ഭയങ്കരമായിട്ടുള്ള വേദന വന്നു കേട്ടോ. ഞാൻ എക്സസൈസൊന്നും അങ്ങനെ ചെയ്യത്തില്ല. ജോലിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിക്കുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ പോയി കിടക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾക്ക് ഈ തലയണ ഉണ്ടല്ലോ, വലിയ തലയണ വയ്ക്കാൻ പാടില്ല. ഭയങ്കര പൊക്കത്തിലുള്ള തലയണ വയ്ക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഇത് ശ്രദ്ധിക്കണം, 2 കൈ ഇങ്ങനെ വച്ചാൽ ഈ അളവിനുള്ള പൊക്കത്തിനുള്ളത് നമ്മൾ ഈ കഴുത്തിൻ്റെ ഈ ബാക്ക് സൈഡിലെ അവിടെ വയ്ക്കണം. അതിനെക്കാട്ടിലും പൊക്കത്തിൽ തലയണ വയ്ക്കാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല, പിന്നെ വേറെ ഒരു കാര്യമുണ്ടേ. ഈ മൊബൈൽ ഇരിക്കില്ല കേട്ടോ, സ്റ്റാൻഡൊന്നുമില്ല, അതാണ് പ്രശ്നം. വാങ്ങണമെന്ന് നോക്കിയിട്ട് നടന്നില്ല. ഈ തലയണ നമ്മൾ ഇത്ര അളവിന് ഈ കഴുത്തിൻ്റെ ഇതേപോലത്തെ ഭാഗത്ത് വയ്ക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വെറുതെ ഇങ്ങനെ കഴുത്ത് താഴോട്ടും മേലോട്ടും ആക്കിയാൽ മാത്രം പോരാ കേട്ടോ. പിന്നെ നമ്മൾ നല്ല വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ അതുകൊണ്ട് ആദ്യം ഫസ്റ്റിൽ നമ്മൾ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ആവി പിടിക്കണം. ആവി പിടിച്ചിട്ട് നല്ല ചൂട് പിടിപ്പിക്കണം കേട്ടോ. ഞങ്ങൾ ആവി പിടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ലവണ്ണം ചൂട് പിടിപ്പിക്കണം. അതിന് ശേഷമാണ് ഈ എക്സസൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് നല്ല പിന്നെ കഴുത്തിന് ഇങ്ങനെ തിരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. പിന്നെ ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് ഭയങ്കര എക്സ്പ്രഷനൊക്കെ എടുത്ത് പറയുന്നില്ല. പിന്നെ അതുകൊണ്ട് പറയുന്നത് ചിലപ്പോൾ ശരിയാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാമായിരിക്കും. പിന്നെ എനിക്കങ്ങനെ ഒന്നും പറയാനും പറ്റത്തില്ല. പിന്നെ ക്യാമറാമാനൊന്നുമില്ല. അപ്പം ഞാൻ തന്നെ വെറുതെ ഇങ്ങനെ ഒരു മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് പറയുന്നതാണ് കേട്ടോ. പരസ്യത്തിൽ കാണുന്നത് പോലെയൊന്നും അഭിനയിക്കാനോ അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അതൊക്കെ നമ്മൾ എന്നെക്കൊണ്ട് പറ്റുകയില്ല. വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട. ഇത് ശരിക്കും ഫലപ്രദമാണ്. ആർക്കെങ്കിലും കഴുത്തിന് വേദന ഉണ്ടെങ്കിൽ ഈ എക്സസൈസ് തീർച്ചയായിട്ടും ചെയ്തു നോക്കണം കേട്ടോ. സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ കഴുത്തിൻ്റെ പ്രശ്നം മാറിക്കിട്ടും. പിന്നെ അല്ലാതെ എനിക്ക് കൈമരവിപ്പും അങ്ങനെയൊക്കെ വരും. അപ്പോഴത്തേക്ക് ഞാൻ മറ്റേ വൈറ്റമിൻ B12 അത് കഴിക്കും. എൻ്റെ കൈ ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ പകുതി ഇത്രയും ഭാഗം വച്ചിട്ട് മരവിച്ച് ചത്തതുപോലെ ആയിപ്പോയി, ഇത്രയും ഭാഗം. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക, ഓപ്പറേഷൻ ചെയ്യുക, അങ്ങനെയൊക്കെ. ഡോക്ടറിന് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ചുരിദാറുമൊക്കെ ഇട്ട് അങ്ങനെ വലിയ ഫയൽവാനം പോലെ ചെന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന്, അയ്യോ ഇനിയിപ്പോൾ ഒരു സൈഡ് തളർന്ന് കിടന്നു പോവോ എന്തൊക്കെ ആവോ എന്ന് പറഞ്ഞ് അങ്ങനെ വിഷമം കരുതിയിട്ട് പറഞ്ഞ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ആശുപത്രിയിൽ പിന്നെ പേര് നിർദ്ദേശിച്ചിട്ട് അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ വേറെ ഒരു മരുന്ന് കഴിക്കുമായിരുന്നല്ലോ, ആ മരുന്നുകളൊന്ന് കുറച്ച് ദിവസം കഴിച്ചു നോക്ക്. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നു, ഇടയ്ക്ക് വെച്ചിട്ട് മരുന്നൊന്നും കഴിക്കത്തില്ല. എനിക്കിത്തിരി സുഖം കിട്ടുമെങ്കിൽ, ആശ്വാസം കിട്ടുമെങ്കിൽ ഞാൻ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ വീണ്ടും ആ മരുന്ന് കഴിച്ച് ഏകദേശം ഒരു 10-20 ദിവസം കഴിച്ചപ്പോൾ തന്നെ ആ കൈയിൻ്റെ മരവിപ്പൊക്കെ പൂർണ്ണമായിട്ട് മാറി. പക്ഷേ അലസത ആണ് പ്രധാന വില്ലൻ. ഇപ്പോൾ അതേ വീണ്ടും ഇപ്പോൾ കഴുത്തിന് പ്രശ്നമുണ്ട്. കഴുത്തിനല്ല പ്രശ്നം, ഇടയ്ക്ക് വെച്ചിട്ട് ഈ കൈയിൻ്റെ അകത്തൂടെ ഒരു ഞരമ്പ് ഇങ്ങനെ ഉളുക്കി പിടിച്ച് നിൽക്കുന്നത് പോലെ ഒരു ബുദ്ധിമുട്ട്. കൈയൊന്നും ഇങ്ങനെ ഇപ്പോൾ മേലോട്ട് ഇങ്ങനെ പൊക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു കൈ വെച്ചിട്ട് താങ്ങി അങ്ങ് മേലെ കൊണ്ടുവന്ന് അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് എടുക്കണം, അങ്ങനെയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ രാത്രി പകൽ സമയം ചെയ്യത്തില്ല കേട്ടോ. മടിച്ച് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുക, എവിടെയും കിടക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. രാത്രി ഉറങ്ങാൻ നേരം പോയിരുന്നിട്ട് ഒരു അരമണിക്കൂർ പിന്നെ എക്സസൈസ് ചെയ്യും. ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. കൈയൊക്കെ പൊക്കി എന്തെങ്കിലുമൊക്കെ മുകളിലിരിക്കുന്നതൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ എക്സസൈസ് സ്ഥിരം ചെയ്താലേ രക്ഷയുള്ളൂ. അങ്ങനെ അന്ന് 10-16 വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്ന ആ എക്സസൈസ് ഡോക്ടർ പറഞ്ഞു തന്നതുപോലെ കഴുത്തിന് ചൂട് പിടിപ്പിച്ചിട്ട് എക്സസൈസ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ
എൻ്റെ കഴുത്തിൻ്റെ ഈ പ്രശ്നം ഇതിനു മുന്നേ മാറുമായിരുന്നു. പക്ഷേ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ഒന്നും ചെയ്യില്ലായിരുന്നു. നിങ്ങളാരെങ്കിലും ഇതുപോലെ പ്രശ്നമുണ്ടെങ്കിൽ ഈ എക്സസൈസും ഈ കഴുത്തിൻ്റെ ചൂട് പിടിപ്പിക്കലുമായിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ബൈ.